فانتبهوا من مهماتكم مع أسركم وأولادكم. നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ കടപ്പാടുകളെ സംബന്ധിച്ച് നല്ല ബോധ്യമുള്ളവരാവണം. وحافظوا على الستر والحشمة والحياء في لباس بناتكم من الصغر. ചെറുപ്രായത്തിൽ തന്നെ നിങ്ങളുടെ മക്കളെ പോറ്റി വളർത്തുന്നതിൽ, അവരുടെ ഡ്രസ്സിങ്ങിൽ, അവരുടെ സംസ്കാരങ്ങളിൽ നിങ്ങൾ നല്ല കരുതൽ വേണ്ടതാണ്. وإن أردتم أن تتشبهوا بلباس أحد فبلباس بنات النبي وزوجات النبي أمهات المؤمنين. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നൽകുന്ന ഡ്രസ്സ് ഫാഷനാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏറ്റവും വലിയ റോൾ മോഡലുകളായ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാരായ അവരും അവിടുത്തെ പെൺമക്കളും ധരിച്ച ഡ്രസ്സുകളാണ് നമ്മൾക്ക് അനുകരിക്കാനുള്ള ഏറ്റവും വലിയ സന്തോഷം. وبآسية بنت مزاحم ومريم بنت عمران. അതേ പ്രകാരം തന്നെ ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ആ ഒരു സന്തോഷത്തെയാണ് നമ്മൾ റോൾ മോഡലായി സ്വീകരിക്കേണ്ടത്. فهؤلاء هن القدوة للمؤمنين المتحررين من أن يستتبعوا لأصناف الكافرين. അതാണ് നമ്മൾക്ക് പിന്തുടരാനുള്ള ഏറ്റവും വലിയ മോഡലുകൾ എന്നല്ലാതെ നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന മോഡേണിസ്റ്റുകളല്ല നമ്മുടെ മോഡലുകൾ. احرصوا على لباس الحشمة والستر والحياء من الصغر ومن أيام الطفولة لبناتكم خاصة. നിങ്ങളുടെ പെൺമക്കൾക്ക് വിശേഷിച്ചും ചെറുപ്രായത്തിൽ തന്നെ നല്ല ഡ്രസ്സ് നൽകി, ഇസ്ലാം അനുശാസിക്കുന്ന, ഇസ്ലാം നിഷ്കർഷിക്കുന്ന ഡ്രസ്സുകൾ നൽകി നിങ്ങൾ അവരെ വളർത്തിക്കൊണ്ടുവരേണ്ടതാണ്. فإنما يلبس الطفل وما يسمع وما ينظر رضاع لروحه ولعقله يرضع منه ما يؤثر عليه وهو كبير. ചെറുപ്രായത്തിൽ തന്നെ ഇതുപോലെയുള്ള നല്ല ഡ്രസ്സുകൾ അവർക്ക് പതിവാക്കി കൊടുത്തെങ്കിൽ മാത്രമാണ് ജല്ല ജലാലായ അല്ലാഹുവിന്റെ സാമീപ്യത്തെ അവർക്ക് കരസ്ഥമാക്കുന്നതിലേക്ക് അവർ വഴി നടക്കാൻ സാധിക്കുക. فلا ترضعوا أبناءكم ولا بناتكم تشبها بفساق ولا كفار ولا أهل قلة الحياة. ലജ്ജയില്ലാത്ത ജനങ്ങളുടെയും മറ്റു മോഡലുകളുടെയും അവരുടെ ഡ്രസ്സുകൾ നൽകി നിങ്ങൾ നിങ്ങളുടെ മക്കളെ വടക്കാക്കരുത്. أرضعوهم لبن الحياة فالحياء شعبة من الإيمان. അവർക്ക് നിങ്ങൾ ലജ്ജയുടെ മുലപ്പാലാണ് നൽകേണ്ടത്. ലജ്ജ എന്നത് ഈമാനിന്റെ ഒരു ശിഖരമാണ്. أرضعوهم لبن المحبة لله ورسوله والصالحين. നിങ്ങൾ അവർക്ക് കുടിപ്പിക്കേണ്ട മുലപ്പാൽ അല്ലാഹുവിന്റെ സച്ചരിതരായ അടിമകളോടും അല്ലാഹുവിന്റെ ഔലിയാക്കളോടുമുള്ള മഹബ്ബത്തിന്റെ പാലാണ് കുടിപ്പിക്കേണ്ടത്. أرضعوهم لبن التعظيم لشعائر الله وللصلة بالله. അല്ലാഹുവിന്റെ ചിഹ്നങ്ങളോടും അല്ലാഹുമായുള്ള കണക്ഷന്റെയും മുലപ്പാലാണ് നിങ്ങൾ അവർക്ക് കുടിപ്പിക്കേണ്ടത്. فكل مولود يولد على الفطرة فأبواه يهودانه أو ينصرانه أو يمجسانه.